വർഗീയതയിലേക്ക് കാര്യങ്ങൾ എവിടം വരെ എത്തിക്കാനുള്ള ശ്രമമാണ് എന്നാണ് കണ്ടത്. SDPIയുടെ വോട്ട് വേണ്ടാന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ CPIM ആർജവത്തോടെ പറയുന്നുണ്ട് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. പക്ഷേ UDFന്റെ സ്ഥാനാർത്ഥി സിജു ഈ നിമിഷം വരെ പറഞ്ഞതായിട്ട് സിജുവിന്റെ മുൻപിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണവും ആവേശവും ഇത്രയും കാലം ഇവിടെ ജോലി ചെയ്ത ചരിത്രത്തിൽ സിജു കണ്ടിട്ടുണ്ടോ? മനു, പ്രധാനമായും പറയാനുള്ളത്, ഞാനിവിടെ കുറച്ച് വർഷം എൻ്റെ കൈരളിയിലെ ജീവിതത്തിനിടയിൽ കുറച്ച് വർഷം ജോലി ചെയ്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പല തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് പറയാനുള്ളത് 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലം, അതിനുശേഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലം, പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം, അത് വെറുതെ പറയുന്നതല്ല, വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് പാലക്കാട് വീശുന്നതായാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, വ്യക്തിപരമായി ഫീൽ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇടതുപക്ഷം ആദ്യഘട്ടം മുതൽ പറഞ്ഞു വെക്കുന്നത്. ഒന്ന് സരിൻ്റെ സ്ഥാനാർത്ഥിത്വം തൊട്ട് ആ കാറ്റ് പതിയെ വീശി തുടങ്ങി. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിൽ ആ കാറ്റ് ആഞ്ഞു വീശുന്നതാണ് കാണുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണ രംഗത്തും നമ്മൾ കാണുന്നത് ആ കാറ്റ് പാലക്കാട് വീശി തുടങ്ങുന്നുണ്ട് എന്നാണ്. സാധാരണ നിലയിൽ ഇപ്പോൾ ഈ UDF പറഞ്ഞു വെക്കുന്നത് BJPയും UDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. 2016 തെരഞ്ഞെടുപ്പ് കാലഘട്ടം മുതൽ UDF പറ്റിയ ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നു അത്. ആ കാലഘട്ടം മുതലാണ് ഒരുപക്ഷെ കേന്ദ്രത്തിൽ ഇവർ അധികാരത്തിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പറ്റിയ ഒരു രാഷ്ട്രീയ തന്ത്രം, അത് ഈ തെരഞ്ഞെടുപ്പിലും അത് പറ്റി തെളിയാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നത്. ഒരിക്കലും ഇത് UDFിനെ മാത്രം പിന്തുണച്ചൊരു മണ്ഡലമല്ല ഇത്. 16 തിരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അതിൽ 11 തിരഞ്ഞെടുപ്പിൽ UDF ജയിച്ചപ്പോൾ 5 തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയ കാലാവസ്ഥ, അനുകൂലമായ കാലാവസ്ഥ, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതുപക്ഷം ശക്തമായി ജയിച്ചു വന്ന മണ്ഡലമാണ്. ഒന്ന് 65, പിന്നീട് 67, 72, പിന്നീട് 96 TK നൗഷാദ് 10,000-ന് മുകളിൽ വോട്ടിൽ ജയിച്ച മണ്ഡലമാണ്. 2006 ദിവാകരൻ. അങ്ങനെ ഒരിക്കലും ഇത് UDFിന്റെ ശക്തി എന്ന് പറയുന്ന ഒരു മണ്ഡലമല്ല. പിന്നീട് അവർ പയറ്റിയ ഒരു തന്ത്രം മാത്രമാണ് ഈ BJPയുമായി UDF നേരിട്ട് മത്സരിക്കുന്നു എന്നുള്ളത്. ഇത്തവണയും അതാണ്